ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് 2 വാട്ടർ ക്യാനൽ ഉണ്ടാക്കാം. ഒന്ന് മിനി വാട്ടർ ക്യാനലും ഒന്ന് നമുക്ക് പച്ചരിയും ബഡ്സും വെച്ചിട്ട് നമുക്കൊരു വാട്ടർ ക്യാനൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ വെള്ളവും മെഴുകുതിരിയും വെച്ചിട്ട് ഒരു വാട്ടർ ക്യാനൽ ഉണ്ടാക്കാം. വളരെ ഈസിയാണ് ഗായ്സ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ഗ്ലാസ് വേണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പച്ചരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പൂക്കളോ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇപ്പം ഞാനിവിടെ ഫ്രഷ് പൂവാണ് വെക്കുന്നത്. നിങ്ങൾ ഫ്രഷ് പൂവ് വെക്കണമെന്ന് ഞാൻ പറയില്ല. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വാടിപ്പോവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ വല്ല പ്ലാസ്റ്റിക് ഐറ്റംസ് നിങ്ങൾ വെക്കുക. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടെഡി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ക്യൂട്ടായിട്ടുള്ള പാണ്ട പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും മതി. എന്നിട്ട് നമുക്കത് കുറച്ചിങ്ങനെ തിളങ്ങി നിൽക്കാനായിട്ട് ഞാൻ കുറച്ച് ഇവിടെ ഗിൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഗോൾഡ് കളർ ഗിൽറ്റാണ് ഇടുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. എനിക്ക് വേറെ കളർ എൻ്റെ കയ്യിൽ നീലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് മാച്ചായി പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോൾഡ് കളർ ഇട്ടത്. ആ പൂവിനൊരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടല്ലോ ചെറുതായിട്ട് നടുക്ക്, അപ്പോൾ ഞാൻ വെച്ച് ഗോൾഡ് കളർ ഇടാം. അപ്പോൾ അങ്ങനെ ഇട്ടാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കേണ്ട, വിളക്കിലൊഴിക്കണ എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ ഓയിലോ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അല്ലെ വീട്ടുകാരെ എന്തായാലും തെല്ല് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിച്ച് അതിനെ കുറച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക ഗൈസ്. കുത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കത്തിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ക്യാനിൽ ഇവിടെ റെഡിയാകും. ഫസ്റ്റ് കത്തിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ബഡ്സിലാണല്ലോ കത്തിക്കണേ. അപ്പോൾ കൈ പൊള്ളാണ്ട് നോക്കാം. എൻ്റെ കൈ പൊള്ളിയായിരുന്നു ഗൈസ്. എന്നിട്ട് ഇതേപോലെ കത്തിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ ക്യാനിൽ ഇവിടെ റെഡിയാകും. കുറേ നേരം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വെച്ച് നോക്കാം. ഞാൻ എന്തായാലും ഏകദേശം ഒരു അരമണിക്കൂറിന് കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴും അതിനൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം. നമുക്ക് നമ്മുടെ സെക്കൻഡ് ഐറ്റത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് വാട്ടർ ക്യാൻഡിൽ. വേറെ ഒന്നല്ല, നമ്മൾ മെഴുകുതിരും നമ്മുടെ ഇത് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫസ്റ്റത്തെയാണോ ഇഷ്ടമായ രണ്ടാമത്തെയാണോ ഇഷ്ടമായെന്ന് എന്തായാലും പറയാൻ മറക്കരുത്. എനിക്ക് എന്തായാലും 2 ഇഷ്ടമായി ഗൈസ്. എനിക്ക് 2 ഒരേപോലെ ഇഷ്ടമായി. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ തീർത്തിട്ട് നമ്മുടെ ആക്രിലിക്കിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതായത് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഗ്ലിറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതിട്ട് കൊടുക്കുക. അപ്പോൾ മുത്തുകളാണെങ്കിൽ അതിടാം. അല്ലെങ്കിൽ നമുക്ക് ബീച്ചിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഷെൽസൊക്കെ ഇട്ടില്ല, അതായത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റാർസും അതേപോലെ തന്നെ കുറച്ച് ഗ്ലിറ്ററും നമ്മുടെ സിൽക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. ഗ്ലിറ്റർ തന്നെ സംഭവം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ഫസ്റ്റ് ഞാൻ ഫില്ലറിൽ ഒഴിച്ചു ഗൈസ്. ഇത് ഇന്ന് തീരാനായിട്ട് എൻ്റെ ദൈവമേ ഒഴിച്ച് കൈയും കാലം കഴിച്ചു തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ പിടിച്ച് കമത്തി. അങ്ങനെ ചെയ്തു. ഇത്രയും വെച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഒരു ഹൈറ്റിൽ നമ്മൾ വെള്ളം നിർത്താം. എന്നിട്ട് നമുക്ക് മെഴുക് ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി. ഞാനാണെങ്കിൽ മെഴുകിൽ കളർ ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് കളർ തീർത്തു. പക്ഷേ അത് കളർ മിക്സ് ആവണ്ടായിരുന്നില്ല. നിങ്ങൾ ചേർക്കാണ്ട് തന്നെ ക്രയോൺ ചേർക്കേണ്ടതിൽ ക്രയോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കളർ ചേർത്തത്. പക്ഷെ അത് എന്ത് ചെയ്താലും മിക്സ് ആവണ്ടായിരുന്നില്ല. വൈറ്റ് കളർ തന്നെയായിരുന്നു നമുക്ക് മെഴുകിൻ്റെ ഇത് കിട്ടിയത്. എന്നിട്ട് ഒരു തിരിയും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി. തിരി അങ്ങോട്ട് ഇങ്ങോട്ട് വീണ്ടും പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു സൂചിയോ പഡ്സോ എന്തെങ്കിലും വെക്കുക. സൂചിയൊക്കെ ഇടുമ്പോൾ കൈ കുത്തി കയറാണ്ട് നോക്കണേ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. ഇത് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിത് കത്തിച്ച് നോക്കാം. അല്ലേ അത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ കഴിയും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് പറയുമ്പോൾ മറ്റേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല. ഇതാണ് കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.